ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളൊരു ബ്ലൗസ് കട്ടിംഗ് ആണ്, ഒരു ലൈനിങ് ബ്ലൗസ് കട്ടിംഗ് ആണ്. നമ്മുടെ സാരിയിൽ നിന്ന് ഒരു പീസൊക്കെ മുറിച്ചെടുത്ത് അതിനെ നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് തുണിയിൽ അല്പം കുറവുണ്ട്, നമ്മുടെ സാരി ബ്ലൗസിൻ്റെ തുണിയിൽ അല്പം കുറവുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സാരി ബ്ലൗസ്. ഈ ഒരു സാരിയിൽ തുണിയിൽ നിന്നാണ് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മുടെ ലൈനിങ് പീസാണ്. അപ്പോൾ നമ്മൾ സാധാരണയായി ചെയ്യുന്ന പോലെ നമ്മുടെ ലൈനിങ് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈനിങ് പീസിനെ ഇതുപോലെ നേരെ പകുതിയായി നമ്മളിത് മടക്കിയെടുക്കുന്നു. നമ്മളിത് 1 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ അടിവശത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മൾ ഈ ഒരു തുണിയുടെ താവിലുള്ള ഈ ഒരു ക്രോസൊക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് അത് നമ്മൾ ഇതുപോലെ വരഞ്ഞുകൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് 14.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി നമ്മൾ 15.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു കേട്ടോ. 15.5 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 15.5 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ 2 മാർക്കുകളെയും ഇതുപോലെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മുടെ കഴുത്തകലം നമ്മൾ മാർക്ക് ചെയ്യുന്നത് 2.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 2.5 ഇഞ്ച് താഴെയും ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വരഞ്ഞെടുക്കുക കണ്ടോ. ഇതുപോലെ വരയുന്നു. അതിനുശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചാണ് കണ്ടോ. ടോട്ടൽ 5.5 ഇഞ്ച് കണ്ടോ. ഇതുപോലെ 5.5 ഇഞ്ച് കറക്റ്റ് ഇതുപോലെ ഷോൾഡറും കറക്റ്റ് മാർക്കിന് ശേഷം ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ വെച്ചത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു. 5.5 ഇഞ്ച് കണ്ടോ. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു മാർക്കുകളെയും നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക കേട്ടോ. ഈ ഒരു അളവിലാണ്, ഈ ഒരു ലൈനിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 35 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുക, നമുക്ക് 39 ഇഞ്ച് കിട്ടും. 39ൻ്റെ 4/1 9.25 വരും. ആ 9.25 നമ്മൾ മാർക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മളൊരു 1.25 ഇഞ്ച് നമ്മുടെ എക്സ്ട്രാ തുണിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ഇടുപ്പളവ് താവ് വശത്തുള്ള അളവ് നമുക്ക് 28.5 ഇഞ്ചാണ്. അപ്പോൾ 28.5യുടെ 4/1 7 പോയിന്റും വരും. 7 പോയിന്റും അതിൻ്റെ കൂടെ നമ്മൾ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച്, അങ്ങനെ 7.25 പോയിന്റും പ്ലസ് ഒരു 1.25 ഇഞ്ച് നമ്മുടെ തുണി. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നു കേട്ടോ. ഇനി നമ്മൾ റിഗാളിൻ്റെ ഷേപ്പ് എടുക്കുവാൻ വേണ്ടി ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുക. നമ്മൾ എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 1.25 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു 1.25 ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക കേട്ടോ. ഇതുപോലെ വരയുന്നു. ഇനി നമ്മുടെ ഈ ഒരു ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്കിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തുകൊണ്ട് ഇതിലൂടെ ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാണ്. അതിന് മുന്നേ നമ്മളൊരു 1/2 ഇഞ്ച് മുകളിൽ തുന്നി വിടുന്നു. നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യാനുള്ള ആ തുണിയാണത്. ഇനി നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം 8.5 ഇഞ്ചാണ്. അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കുറച്ചുകൊണ്ട് 8.25 മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/4 ഇഞ്ച് കുറച്ചത് നമ്മുടെ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് അളവ് 8.5 ഇഞ്ച് കിട്ടും. അതിന് വേണ്ടിയാണ് ഒരു 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ബാക്ക് പീസിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് കണ്ടോ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളും ഒക്കെയാണ് നമുക്ക് വീഡിയോ കൂടുതൽ ചെയ്യുവാനുള്ള പ്രചോദനമായി മാറുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ തുണിയെ ഇതുപോലെ വെക്കുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു തുണിയെ ഇതുപോലെ വെച്ചതിന് ശേഷം കണ്ടോ നമ്മുടെ കരവശത്തെ ഇതുപോലെ 2 കരവശങ്ങളെ നേരത്തെ വെച്ചതുപോലെ തന്നെ തിരിച്ചു വെക്കുന്നു തുണിയെ. അതിനുശേഷം ഇതുപോലെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പീസിനെ ഇതുപോലെ ഈ ഒരു പീസ് വെക്കുക കേട്ടോ. ഇത് കണ്ടോ നമ്മുടെ കരവശം കണ്ടോ, നമ്മുടെ ഷോൾഡറും നമ്മുടെ ബോഡി ലൂസിൻ്റെ നമ്മുടെ റെഗാളിൻ്റെ ഈ ഒരു മാർക്കിംഗ് കണ്ടോ, അത് നമുക്ക് കണ്ടോ അവിടെ ടച്ച് ചെയ്ത് വെച്ചത് കരഭാഗത്ത്. അപ്പോൾ നമുക്ക് നല്ല ക്രോസിങ് കിട്ടും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കെയിലിനെ ഇതുപോലെ വെക്കുക കേട്ടോ. നമ്മുടെ കഴുത്തകലം നമ്മൾ 2.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഒരു 1/4 ഇഞ്ച് നമ്മളിപ്പോൾ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2.25 ഇഞ്ച്. അപ്പോൾ നമുക്ക് മുകളിൽ ഇതുപോലെ 2.25 ഇഞ്ച് കറക്റ്റ് കിട്ടണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ. നമ്മുടെ തുണി തെന്നി മാറി പോകാതിരിക്കുവാനായിട്ട് ഇതുപോലെ മാർക്കിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്കെയിൽ ഇതുപോലെ വരഞ്ഞെടുക്കുക കേട്ടോ. നമുക്ക് താവിൽ അല്പം തുണി കുറവുണ്ടാകും. എന്നിട്ട് നമ്മൾ ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കും ഇങ്ങനെ വരഞ്ഞെടുക്കും. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 3/4 ഇഞ്ച് നമ്മുടെ
ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യുന്നത് 2 ഇഞ്ചാണ് കണ്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ആ ഒരു 2 ഇഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു കണ്ടോ. ഇനി ഇവിടെ നമ്മൾ ഒരു 4 ഇഞ്ച് 4.25 ഇഞ്ച് നമ്മുടെ ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയും 4.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ കഴുത്തിൻ്റെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാണ്. നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം 5.5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 4 ഇഞ്ച് കുറച്ചുകൊണ്ട് 5.25 മാർക്ക് ചെയ്യുന്നു കണ്ടോ. ഇതുപോലെ ഇങ്ങനെ 5.25 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു കണ്ടോ. ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്നാണ് കട്ടിങ് തുടങ്ങുന്നത് കേട്ടോ. നമ്മൾ ആ ഒരു 4 ഇഞ്ച് കൂടുതൽ വിട്ടിട്ടുള്ള ആ ഒരു 4 ഇഞ്ച് നമ്മുടെ തീരെയൊക്കെ നമ്മുടെ ഫ്രണ്ട് ഹൂക്കൊക്കെ വെക്കുന്ന തീരെയൊക്കെ തയ്ക്കുവാൻ വേണ്ടിയുള്ളതാണ് ആ ഒരു 4 ഇഞ്ച് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. എപ്പോഴും നമ്മൾ നല്ല ഫിനിഷിങ്ങിൽ കട്ട് ചെയ്ത് പഠിക്കുക. കത്രികയുടെ കലിയൊന്നും വരുത്താതെ കറക്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ കറക്റ്റ് കട്ട് ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് കട്ടിങ് പഠിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. എപ്പോഴും വൃത്തിയോടുകൂടി തയ്ച്ച് പഠിക്കുക. അതുപോലെ തന്നെ കട്ടിങ്ങൊക്കെ ചെയ്ത് പഠിക്കുക. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു കേട്ടോ. ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. നമ്മൾ എടുത്തു മാറ്റുകയാണ്. ഇനി നമ്മുടെ മെയിൻ ടെക്കിന് വേണ്ടി മാർക്ക് ചെയ്യുകയാണ്. മുകളിൽ നിന്ന് ആദ്യം നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ നമ്മൾ ടേപ്പിന് പിടിക്കുന്നുണ്ടോ. ഇതുപോലെ കറക്റ്റ് ടേപ്പിനെ നേരെ കുത്തനെ പിടിക്കുന്നു. നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് 10.5 ഇഞ്ചാണ്. നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു കണ്ടോ. 10.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ കുത്തനെ വരഞ്ഞെടുക്കുന്നു കണ്ടോ. ആ ഒരു മാർക്കിങ്ങിലാണ് നമ്മുടെ ടെക്ക് കണ്ടോ. ഈ ഒരു പോയിന്റാണ് നമ്മുടെ ടെക്ക് മാർക്കിങ്ങിന് വേണ്ടി ഇടുന്നത്. ഇനി നമ്മൾ 4.25 ഇഞ്ച് നമ്മുടെ ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ 3.25, ഇവിടെ നമ്മൾ 4.25 മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കണ്ടോ ഇങ്ങനെ വരഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ബാൻഡ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കണ്ടോ. നമ്മുടെ ബാൻഡ് നമുക്ക് ക്രോസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് നല്ല നേരെയുള്ളൊരു തുണി എടുക്കുവാൻ വേണ്ടി നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന പീസ് നമ്മൾ കട്ട് ചെയ്ത് അതുപോലെ മുകളിൽ വെച്ചിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ആ ഒരു പീസിൽ നിന്നാണ് നമ്മളിത് കട്ട് ചെയ്തത്. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ അടിവശത്തുള്ള അളവ് 28.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 7 പോയിന്റ് കണ്ടോ. നമ്മൾ ഇവിടെ ആ 4 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ ഈ 7 പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് ഇതുപോലെ ക്രോസ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ബാൻഡിൻ്റെ ഇത് നമ്മുടെ ഫ്രണ്ട് പീസ്, ഇത് നമ്മുടെ സൈഡ് പീസ്. നമ്മുടെ ഫ്രണ്ട് പീസിൽ നിന്ന് നമ്മളൊരു 4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അത് നമ്മൾ ബ്ലൗസ് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടി നമ്മളെ 2 ഭാഗവും കയറി നിൽക്കുമ്പോഴുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ ടെക്കിന് വേണ്ടിയുള്ള അളവൊക്കെ മാർക്ക് ചെയ്യുകയാണ്. നമ്മുടെ മെയിൻ ടെക്ക് നമ്മൾ 2.5 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ വെച്ചത്. അപ്പോൾ നമ്മൾ ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് 2 ഭാഗത്തേക്കും 1.25 ഇഞ്ച് വീതം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക കണ്ടോ. ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു കണ്ടോ. നമ്മുടെ മെയിൻ ടെക്കിൻ്റെ മെയിൻ വീതിയാണത്. ഇനി നമ്മൾ ഇവിടെ ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു താവിൽ നിന്ന്. അതുപോലെ ഇവിടെയും 3/4 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ നമ്മൾ ആ ഒരു 1.25 ഇഞ്ച് 2 ഭാഗത്തേക്ക് മാർക്ക് ചെയ്തിട്ടില്ല ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ സെൻറ്ററിലേക്ക് കൊടുക്കുന്നില്ല. ഈ എത്രയാണോ നമ്മൾ ഇതുപോലെ നമ്മുടെ ഡാർട്സിൻ്റെ വീതിക്ക് വേണ്ടി മാർക്ക് ചെയ്തത് ആ ഒരു മാർക്കിലേക്കാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ ടെക്ക് നമ്മുടെ സെൻറ്റർ ബാർസ് നേരുന്ന ടെക്ക് ഇവിടെയാണ് വരിക. അത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു ടെക്കിൻ്റെ നീളം നമ്മൾ വെക്കുന്നത് 3 ഇഞ്ചാണ് കണ്ടോ. 3 ഇഞ്ച് വെക്കുന്നു. ഇനി നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇത് നമുക്ക് ധരിക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്തൊക്കെ ടൈറ്റ് കിട്ടുവാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഇവിടെ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ. അത് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. മുകളിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ കട്ടിങ് തുടങ്ങുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഷോൾഡർ വശത്ത് നിന്ന് കട്ടിങ് തുടങ്ങുന്നില്ല. അത് എപ്പോഴും ശ്രദ്ധിച്ച് വേണം കട്ടിങ് ചെയ്യാൻ കണ്ടോ. ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇവിടെയാണ് നമ്മുടെ 3ാമത്തെ ടെക്ക് വരുന്നത്. നമ്മുടെ റഗാൾ ഭാഗത്ത് വരുന്ന ടെക്ക് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ കണ്ടോ ഇവിടെയൊക്കെ നമ്മളൊരു മാർക്കിംഗ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടോ ഇതുപോലെ വെക്കുമ്പോൾ നമുക്ക് 2 സ്ലീവും കൂടെ കിട്ടില്ല.
അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മളൊരു സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള വീതിയിൽ ഇതുപോലെ സ്ലീവിനെ മടക്കി എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കും, നേരെ ഒരു ലൈൻ കൊടുക്കുക. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് 6.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ മുകളിലുള്ള നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന അറ്റാച്ചിങ് തുന്നത്തുണിക്ക് വേണ്ടിയാണ് നമ്മൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ വരുന്ന ആ ഒരു തുന്നത്തുണിക്ക് വേണ്ടി. ഇനി നമ്മുടെ ലൈനിങ് ആണ്, നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുന്നു. നമ്മുടെ കൈയുടെ താവ് നമ്മുടെ ബ്ലൗസ് പീസിൽ മടക്കി തയ്ക്കുവാനുള്ള, നമ്മുടെ ലൈനിങ് പീസ് ജോയിൻറ്റ് ചെയ്യാനുള്ള ആ ഒരു തുന്നത്തുണിക്ക് വേണ്ടിയാണ് അത്. ഇനി നമ്മൾ നമ്മുടെ ചെസ്റ്റ് അളവനുസരിച്ചാണ് നമ്മുടെ റിഗാൾ അളവ് നമ്മൾ കണ്ടെത്തുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 35 ഇഞ്ചാണ്. അതിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറക്കുന്നു, നമുക്ക് 32 ഇഞ്ച് കിട്ടും. 32ൻ്റെ 4 8 ഇഞ്ച്. അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂടി കൂട്ടി 8.25 നമ്മൾ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഈ ഒരു അളവ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു നമ്മുടെ കൈയുടെ റിഗാൾ അളവ് കണ്ടെത്തുന്നത്. ഇനി നമ്മൾ ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് കൊടുക്കുന്നു. ഇതുപോലെ ടേപ്പിനെ ക്രോസിൽ പിടിച്ചുകൊണ്ട് ഇവിടെയും 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കും. നമ്മൾ ആ ഒരു 3.5 ഇഞ്ച് നമ്മൾ മാർക്കിലുള്ള ആ ഒരു മാർക്കിലൊക്കെ ടച്ച് ചെയ്ത് വേണം നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കാൻ. ഇനി നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസ് 12 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ നേർപകുതി 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഒരു 1.25 ഇഞ്ച് നമ്മുടെ തുന്നത്തുണിക്ക് വേണ്ടി. ഇനി ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ 1.25 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്കെയിലിനെ ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മൾ അല്പം ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. നേരെയല്ല, അല്പം ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് വരുന്നു. ഇനി നമ്മുടെ ഈ ഒരു അളവ് കണ്ടോ, ഇത് നമ്മൾ ചെസ്റ്റിൽ നിന്ന്, നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ നമുക്കത് റഗാള് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബാക്ക് പീസാണ് എടുക്കുന്നത്. നമ്മൾ മുകളിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു, 1/2 ഇഞ്ച്. നമ്മുടെ അത് തുന്നത്തുണിക്ക് വേണ്ടിയാണ്. ഇവിടെ നമ്മുടെ ലൂസിന് വേണ്ടിയുള്ള ഒരു മാർക്കിംഗ്. നമ്മൾ ആ തുന്നത്തുണി നമ്മൾ മുകളിൽ വിട്ടുകൊണ്ട് നമ്മുടെ സ്ലീവിനെ ഇതുപോലെ നമ്മൾ സ്ലീവിൽ മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഈ റഗാളിനെ ഇതുപോലെ പിടിച്ചു കൊണ്ടുവന്ന കണ്ടോ, നമ്മുടെ ആ ഒരു മാർക്കിങ്ങിൽ കറക്റ്റായി കിട്ടുന്നത് കണ്ടോ, ഇതുപോലെ കിട്ടും നിങ്ങൾക്ക് കണ്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ടോ അല്പം പുറത്തേക്ക് തള്ളി വെക്കും. ആ പീസിനെ നമ്മൾ അവിടെ നിന്ന് മാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്തുകൊണ്ട് അത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മൾ ഇതുപോലെ റഗാള് പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മാർക്കിംഗ് ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടാകും എന്ന് വേണം കരുതാൻ. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു കൈ കട്ട് ചെയ്ത് എടുക്കുക. നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇതുപോലെ ഇവിടെയൊക്കെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ വെക്കുന്നു. ഇനി നമ്മുടെ ഷോൾഡർ വശത്തുള്ള ഈ ഒരു സെൻറ്റർ മാർക്കിൽ നിന്ന് നമ്മളൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ 1.25 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക കണ്ടോ. നമ്മൾ ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നതാണ് കണ്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഫ്രണ്ട് ഭാഗമാണിത്. ഇനി നമ്മൾ ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് നമുക്കൊന്ന് ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ കണ്ടോ നമ്മുടെ ഈ ഒരു റഗാൾ കണ്ടോ, നമ്മൾ ഷേപ്പ് കണ്ടോ, ആ ഒരു ഷേപ്പിൽ കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. എന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ സ്ലീവിന് കണ്ടോ നമുക്കിതുപോലെ തുണി കിട്ടും കണ്ടോ. ആദ്യത്തേതാണെങ്കിൽ നമുക്ക് കൂടെ കട്ട് ചെയ്യുമ്പോൾ കിട്ടില്ലായിരുന്നു ലൂസ്. അപ്പോൾ നമുക്കിവിടെ ജോയിൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ കറക്റ്റ് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഇവിടെയൊക്കെ മാർക്കിംഗ് കൊടുക്കുകയാണ് കണ്ടോ. ഇവിടെയൊക്കെ നമ്മുടെ സെൻറ്ററിലൊക്കെ വെച്ചുകൊണ്ട് ഇതുപോലെ നമുക്ക് ഇവിടെയൊക്കെ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിംഗ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ 2 സ്ലീവും കട്ട് ചെയ്തു. ഇനി നമ്മളിത് സാരി തുണിയിൽ നിന്ന് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് കണ്ടോ. നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗത്തൊക്കെ നമുക്ക് തുണി കുറവാണ് കണ്ടോ. നമ്മുടെ ഈ ഒരു സൈഡിലൊക്കെ തുണി കുറവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് വശത്തൊക്കെ ഒരു കളർ നമ്മുടെ സാരിയുടെ ഭാഗവും വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണയായി നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്യാറ് കണ്ടോ. നമ്മുടെ ബാക്ക് പീസ് തുണിയെ മടക്കി വെച്ച ശേഷം നമ്മുടെ ബാക്ക് പീസ് വെക്കുന്നു. എന്നിട്ട് നമ്മൾ സ്ലീവ് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ക്രോസ് കട്ടിങ്ങിൻ്റെ ബ്ലൗസിൻ്റെ കണ്ടോ നമ്മൾ ലൈനിങ് പീസ് ഇതുപോലെയാണ് നമ്മൾ വെക്കാറ്. അങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാറ് കണ്ടോ. ഇവിടെ കണ്ടോ നമുക്ക് ഈ ഒരു വസ്തു കണ്ടോ നമുക്ക് തുണിയില്ല, തുണി കുറവാണ്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, അതാണ് നമ്മൾ കാണിച്ചു തരുന്നത്. നമ്മുടെ സ്ലീവ് നമ്മൾ ആദ്യം ഇതുപോലെയാണ് കട്ട് ചെയ്യാറ് നമ്മുടെ കരവശത്ത് നിന്ന്. ഇനി നമുക്ക് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ഫ്രണ്ട് പീസിനെ നമ്മൾ ഇതുപോലെ വെക്കുക കണ്ടോ. നമ്മുടെ ഈ ഒരു തോൾ വശവും നമ്മുടെ ഷോൾഡർ വശവും ഇതുപോലെ കറക്റ്റ് നമ്മുടെ കരവശത്ത് വെച്ചാൽ നമുക്ക് നല്ല ക്രോസിങ് കിട്ടും. എന്നിട്ട് നമ്മുടെ കണ്ടോ ഈ ഒരു സ്ലീവിനെ ഇതുപോലെ വെക്കാം കണ്ടോ. നമ്മൾ ഇവിടെ കരയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ഈ ഒരു കളറൊക്കെ കയറാതെ നമുക്ക് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ടോ നമ്മൾ ഇതുപോലെ അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ
നമുക്ക് ഈ ഒരു ഭാഗത്ത് കണ്ടോ ഇതുപോലെ നമുക്ക് ഇവിടെ തുന്നത്തുണി മാത്രമേ വേണ്ടൂ, ഒരു അരയിഞ്ച് തുന്നത്തുണിയെ നമുക്ക് ആവശ്യമുള്ളൂ. അവിടെ വെച്ച് കണ്ടോ ഇവിടെ നമുക്കൊരു വലിയൊരു പീസ് നമുക്ക് എക്സ്ട്രാ കിട്ടും, മുറിഞ്ഞു പോകാതെ കിട്ടും. ഇവിടെ നമുക്ക് ബാൻഡും എടുക്കാവുന്നതാണ്. കണ്ടോ ഇതുപോലെ നമുക്ക് ബാൻഡ് ഇങ്ങനെയോ നിങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യം ആ ഒരു രീതിയിൽ ഇവിടെ നിന്ന് ബാൻഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇവിടെയൊക്കെ ഒരു അരയിഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ നമ്മുടെ ലൈനിങ് പീസിൻ്റെ എല്ലാ ഭാഗത്തും ഒരു അരയിഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഭാഗം കണ്ടോ, കഴുത്തൊന്നും നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യാൻ പാടില്ല. കഴുത്തിൻ്റെ റൗണ്ടൊക്കെ നമുക്ക് സ്റ്റിച്ചിങ് ടൈമിലാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇവിടെ നോക്കണ്ടോ, നമ്മൾ തുണിയെ വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള പീസ് മാത്രം കട്ട് ചെയ്തെടുക്കുക. കണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം. കണ്ടോ ഈ ഒരു പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള പീസ് മാത്രം നമ്മുടെ എക്സ്ട്രാ തുണിയൊക്കെ വെച്ച് നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് മാത്രം കട്ട് ചെയ്തെടുക്കുക. ബ്ലൗസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ചെറിയ ചെറിയ പീസുകൾ പോലും നമുക്ക് ആവശ്യമായി വരും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഇവിടെ കണ്ടോ ഈ ഒരു പീസ് കണ്ടോ, ഈ ഒരു പീസ് കണ്ടോ, ഇത് നമുക്ക് ക്രോസിലാണ് കിട്ടുന്നത്. കണ്ടോ ക്രോസിലാണ്. ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെ കിട്ടിയാൽ നമുക്ക് കഴുത്തൊക്കെ പൈപ്പിംഗ് ഒക്കെ ചെയ്യുവാൻ വേണ്ടി നമുക്കിത് ക്രോസിൽ നമുക്ക് മുറിച്ചെടുക്കാൻ കഴിയും. 2 പീസ് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി